أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. റമദാന് മുമ്പ് തിരുനബി ചരിത്രത്തിലെ യുദ്ധങ്ങളെ സംബന്ധിച്ചുള്ള വിവരണമാണ് നടന്നുകൊണ്ടിരുന്നത്. ഇതോടനുബന്ധിച്ച് ഖൈബർ യുദ്ധത്തിൻ്റെ സംഭവങ്ങളാണ് വിവരിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്നും ഇതേ സംബന്ധിച്ച് പറയുന്നതാണ്. ഖൈബർ വിജയത്തിൻ്റെ സന്തോഷത്തോടൊപ്പം തന്നെ ആ ദിവസങ്ങളിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് മറ്റൊരു സന്തോഷം കൂടി ഉണ്ടായിരുന്നു. അതേക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, എന്നെ സംബന്ധിച്ചിടത്തോളം ഖൈബറിൻ്റെ വിജയമാണോ കൂടുതൽ സന്തോഷപ്രദം, അതല്ല ഇനി പറയുന്ന കാര്യമാണോ എന്ന് വർണ്ണിക്കാൻ കഴിയുന്നില്ല. അതായത് ഹസ്രത്ത് ജാഫർ ഹബശയിലേക്ക് പോയ മുഹാജിരീങ്ങളോടൊപ്പം അവിടെ നിന്ന് തിരിച്ചു വരികയുണ്ടായി. നമുക്കറിയാവുന്നതുപോലെ മക്കക്കാരുടെ ആക്രമണങ്ങളിൽ പ്രയാസപ്പെട്ടുകൊണ്ട് അവിടെയുള്ള കുറച്ച് മുസ്ലിങ്ങൾ ഹബശയിലേക്ക് പലായനം ചെയ്തിട്ടുണ്ടായിരുന്നു. അവരിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യപുത്രനായ ഹസ്രത്ത് ജാഫർ ബിൻ അബൂ താലിബും ഉണ്ടായിരുന്നു. ഹുദൈബിയ സന്ധിക്ക് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസ്രത്ത് അമർ ബിൻ ഉമയ്യ സുമരിയെ ഹബശയിലെ നജ്ജാഷിയുടെ അടുക്കലേക്ക് കത്തുമായി അയച്ചിരുന്നു. അതിൽ ഇങ്ങനെ എഴുതിയിരുന്നു, ഇപ്പോൾ അവിടെയുള്ള മുസ്ലിം മുഹാജിരീങ്ങളെ മദീനയിൽ എൻ്റെ അടുത്തേക്ക് പറഞ്ഞയക്കുക. അങ്ങനെ അന്യദേശത്ത് 15 വർഷം കഴിച്ചുകൂട്ടിയതിനു ശേഷം അവർ 2 കപ്പലുകളിൽ കയറി മദീനയിലേക്ക് എത്തി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈബറിലേക്ക് പോയി എന്ന് അവർക്ക് അറിയാൻ ഇടയായി. അങ്ങനെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എത്രയും വേഗം കണ്ടുമുട്ടാനുള്ള തിടുക്കവും ആവേശവും കാരണം മദീനയിൽ താമസിക്കുന്നതിന് പകരം അദ്ദേഹം ഖൈബറിലേക്ക് തിരിക്കുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസ്രത്ത് ജാഫറിനെ കണ്ടപ്പോൾ എഴുന്നേറ്റ് നിന്ന് ആലിംഗനം ചെയ്യുകയും ഇരു കണ്ണുകൾക്കുമിടയിൽ നെറ്റിത്തടത്തിൽ ഉമ്മ വയ്ക്കുകയും ചെയ്തുകൊണ്ട് പറഞ്ഞു, ഖൈബറിന്റെ വിജയത്തിൻ്റെയാണോ അതല്ല ജാഫറിന്റെ വരവാണോ കൂടുതൽ സന്തോഷപ്രദം എന്ന് എനിക്കറിയുന്നില്ല. അവരുടെ കൂട്ടത്തിൽ ഹസ്രത്ത് അബൂ മൂസ അശ്അരിയും തൻ്റെ സമൂഹത്തിലെ 50-ലധികം ആളുകളോടൊപ്പം എത്തിയിട്ടുണ്ടായിരുന്നു. ഹസ്രത്ത് അബൂ മൂസ അശ്അരിയുടെ പേര് അബ്ദുല്ല ബിൻ ഖൈസ് എന്നായിരുന്നു. ഇദ്ദേഹം അശ്അരി ഗോത്രത്തിൽപ്പെട്ട ആളാണ്. ഇദ്ദേഹം തൻ്റെ ജനതയിലെ ചില ആളുകളോടൊപ്പം മക്കയിൽ വന്നതാണ്. ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം തൻ്റെ ആളുകളുടെ അടുക്കലേക്ക് തന്നെ തിരിച്ചുപോയി. പിന്നെ കുറച്ചു കാലത്തിന് ശേഷം തൻ്റെ 2 സഹോദരന്മാരോടും ജനതയിലെ 50ഓളം ആളുകളോടുമൊപ്പം മദീനയിലേക്ക് ഹിജ്റത്ത് ചെയ്യുന്നതിന് വേണ്ടി സമുദ്രയാത്ര പുറപ്പെട്ടു. പക്ഷേ യാത്രക്കിടയിലുണ്ടായ ശക്തമായ കൊടുങ്കാറ്റു കാരണം അവരുടെ കപ്പൽ ഹബശയുടെ തീരത്തണഞ്ഞു. ഹബശയിൽ അവർ ഹസ്രത്ത് ജാഫറുമായി കണ്ടുമുട്ടി. അദ്ദേഹം അന്നവിടെ താമസിക്കുകയായിരുന്നു. അങ്ങനെ ഹസ്രത്ത് ജാഫർ മദീനയിലേക്ക് വരാൻ തയ്യാറെടുത്തപ്പോൾ അശ്അരി ഗോത്രത്തിലെ ഈ മുസ്ലിങ്ങളും അവരോടൊപ്പം കൂടി. അവർ ഉള്ളപ്പോൾ തന്നെ ദോസ് ഗോത്രത്തിലെ കുറച്ചാളുകളും വന്നിട്ടുണ്ടായിരുന്നു. അവരിൽ ഹസ്രത്ത് അബൂ ഹുറൈറയും ഹസ്രത്ത് തുഫൈൽ ബിൻ അമറും അവരുടെ കൂട്ടുകാരും ഉണ്ടായിരുന്നു. അഷ്ജാ ഗോത്രത്തിലെ ആളുകളും വന്നിരുന്നു. അവരെല്ലാവരും വന്നപ്പോൾ
എല്ലാവർക്കും ഖൈബറിലെ സ്വത്തുക്കളിൽ നിന്ന് കുറച്ചൊക്കെ നൽകുകയുണ്ടായി. കപ്പലിൽ വന്ന ആളുകളെ സംബന്ധിച്ച് കൂടുതൽ വിവരിച്ചുകൊണ്ട് പറയുന്നു, ഹദ്രത്ത് ജാഫറും അദ്ദേഹത്തിന്റെ കൂട്ടുകാരായ മറ്റു മുസ്ലിങ്ങളും കപ്പൽ മുഖേന യാത്ര ചെയ്ത് എത്തിയവരാണ്. അതുകൊണ്ട് അവരെ അസാബു സഫീന അഥവാ കപ്പലുകാർ എന്ന് പറയുന്നു. ഇവർ മദീനയിൽ എത്തിയപ്പോൾ 15 വർഷം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെയുള്ള മുഹാജിരീങ്ങളായ മുസ്ലിങ്ങൾ നിരവധി യുദ്ധങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. ഹിജ്റത്തിലും മുൻകടന്നവരായിരുന്നു. അതുകൊണ്ട് അവർ പരസ്പരമുണ്ടായ സംസാരങ്ങളിൽ ഹബ്ഷയിലേക്ക് ഹിജ്റത്ത് ചെയ്തവരാണോ കൂടുതൽ മേന്മയുള്ളവർ, അതല്ല മദീനയിലേക്ക് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം വന്ന മുഹാജിരീങ്ങളാണോ ശ്രേഷ്ഠതയുള്ളവർ എന്ന് ചർച്ചയുണ്ടായിരുന്നു. ഒരിക്കൽ ഹസ്രത്ത് ജാഫറിന്റെ ഭാര്യ ഹസ്രത്ത് അസ്മ ബിൻത് ഉമൈസ് ഉമ്മുൽ മുഅ്മിനീൻ ഹസ്രത്ത് ഹഫ്സയെ കാണുന്നതിന് വേണ്ടി എത്തി. അവിടെ ഹസ്രത്ത് ഉമറും പോയിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ചോദിച്ചു, ഇവർ ഏതാണ് സ്ത്രീ? ഹസ്രത്ത് ഹഫ്സ പറഞ്ഞു, അസ്മ ബിൻ ഉമൈസ് ആണ്. ഹസ്രത്ത് ഉമർ പറഞ്ഞു, നല്ലത്, ഹബ്ഷക്കാരിയല്ലേ, സമുദ്രയാത്ര കഴിഞ്ഞ് വന്നവരല്ലേ? ഹസ്രത്ത് അസ്മ പറഞ്ഞു, അതെ. അപ്പോൾ ഹസ്രത്ത് ഉമർ പറഞ്ഞു, ഞങ്ങൾ മദീനയിലേക്കുള്ള ഹിജ്റത്തിൽ നിങ്ങളെക്കാളും മുൻകടന്നവരാണ്. അതുകൊണ്ട് ഞങ്ങൾ നിങ്ങളെക്കാളും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി അടുത്തവരുമാണ്. ഇത് കേട്ടപ്പോൾ ഹസ്രത്ത് അസ്മ വേദനയും ദേഷ്യവുമായി പറഞ്ഞു, അള്ളാഹുവാണേ, അങ്ങനെ ഒരിക്കലും സാധ്യമല്ല. നിങ്ങൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ കഴിയുകയായിരുന്നു. നിങ്ങളിലെ പട്ടിണിക്കാർക്ക് ആ മഹാത്മാവ് ഭക്ഷണം തന്നുകൊണ്ടിരുന്നു. നിങ്ങളിൽ അറിവില്ലാത്തവർക്ക് ഉപദേശം തന്നുകൊണ്ടിരുന്നു. അതേസമയം ഞങ്ങൾ നാട്ടിൽ നിന്നും ഒരുപാട് ദൂരെ ശത്രുരാജ്യത്തായിരുന്നു. ഞങ്ങൾക്കവിടെ പല രീതിയിലുള്ള ഭയവും ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നു. ഞങ്ങൾ ആ എല്ലാ ദുഃഖങ്ങളും അള്ളാഹുവിനും അവൻ റസൂലിനും വേണ്ടിയാണ് സഹിച്ചിരുന്നത്. അവർ തുടർന്ന് പറഞ്ഞു, അള്ളാഹുവാണേ, ഇതിനെ സംബന്ധിച്ച് ചോദിക്കുന്നത് വരെ ഞാൻ ഈ ഭക്ഷണം കഴിക്കുന്നതല്ല. അതേസമയം ഞാൻ താങ്കൾ പറഞ്ഞ കാര്യങ്ങൾ ഏറ്റക്കുറച്ചിലൊന്നും വരുത്താതെ സംസാരിക്കുന്നതുമാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സവിധത്തിൽ പോയി ഞാൻ എല്ലാ കാര്യങ്ങളും പറയും. അങ്ങനെ അവർ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലെത്തി എല്ലാ കാര്യങ്ങളും വിവരിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈസ ബിഅഹഖ ബി മിൻകും വലഹു വലി അസ്ഹാബിഹി ഹിജ്റത്തുൻ വാഹിദത്തുൻ വലകും അൻതും അഹ്ലുസ് സഫീനത്ത് ഹിജ്റതാൻ. അവർക്ക് നിങ്ങളെക്കാളും അവകാശങ്ങൾ ഒന്നുമില്ല, മറിച്ച് അവരുടെയും അവരുടെ സുഹൃത്തുക്കൾക്കും ഒരു ഹിജ്റത്താണുള്ളത്. നിങ്ങൾക്ക്, അതായത് കപ്പൽ മുഖേന ഹബ്ഷയിലേക്ക് യാത്ര ചെയ്തവർക്ക് 2 ഹിജ്റത്തുകളാണുള്ളത്. ഇങ്ങനെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ സമാധാനിപ്പിച്ചു. അവരുടെ വേദനയും അകന്നു. ഇത് കേട്ടപ്പോൾ അവർ അഭിമാനത്തിൻ്റെയും സൗഭാഗ്യത്തിൻ്റെയും ഈ മേന്മയും ബഹുമതിയും കൂട്ടുകാരോടൊക്കെ പറയാൻ തുടങ്ങി. ഹദ്രത്ത് അസ്മ പറയുന്നു, തുടർന്ന് ഹബ്ഷക്കാരായ ആളുകൾ കൂട്ടം കൂട്ടമായി എൻ്റെ അടുക്കൽ വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യങ്ങൾ വളരെ താല്പര്യപൂർവ്വം എന്നിൽ നിന്ന് കേട്ടുകൊണ്ടിരുന്നു. ലോകത്തെ മറ്റൊരു കാര്യത്തിനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഈ പരാമർശത്തെക്കാളും വലിയൊരു സ്ഥാനവും അത്രത്തോളം പ്രിയങ്കരവുമായി അനുഭവപ്പെടുന്നുണ്ടായിരുന്നില്ല. അവർ പറയുന്നു, ചില ആളുകൾ എൻ്റെ അടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കേൾക്കാൻ കൂടെ കൂടെ വരുമായിരുന്നു. ഇവിടെ മുസ്ലിമായിരുന്ന ഒരു ഹബ്ഷി അടിമയുടെ ഷഹാദത്തിനെ കുറിച്ചുള്ള പരാമർശവും കാണുന്നുണ്ട്. നിവേദനത്തിൽ പറയുന്നു, ഖൈബറിലെ ഒരു വ്യക്തിയുടെ അടിമ യസാർ ആയിരുന്നു. അദ്ദേഹം അയാളുടെ ആടുകളെ മേച്ചിരുന്നു. അദ്ദേഹം ഖൈബറുകാർ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരിൽ ആയുധങ്ങൾ എടുക്കുന്നത് കണ്ടപ്പോൾ ഖൈബറുകാരോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? അവർ പറഞ്ഞു, നബിയാണെന്ന് വാദിക്കുന്ന വ്യക്തിയുമായി ഞങ്ങൾ യുദ്ധം ചെയ്യുന്നതാണ്. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ചുള്ള സ്മരണ ഇടം പിടിച്ചിരുന്നു. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്ഥാനമഹാത്മ്യം അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നു. നബി എന്ന് വാദിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും എന്തെങ്കിലും കാര്യമുണ്ടാവും. അദ്ദേഹം തൻ്റെ ആടുകളെയുമായി അവയെ പാൽ കറക്കാൻ കൊണ്ടുപോയി. മുസ്ലിങ്ങൾ അദ്ദേഹത്തെ പിടികൂടുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ സവിധത്തിൽ എത്തിക്കുകയും ചെയ്തു. മറ്റൊരു നിവേദനത്തിൽ കുറച്ചുകൂടി വിശദീകരണമുണ്ട്. അതനുസരിച്ച് ഈ അടിമയായ വ്യക്തി
സ്വയം ആടുകളുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലെത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് സംസാരിച്ചു തുടങ്ങി. അദ്ദേഹം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അങ്ങ് എന്തിലേക്കാണ് വിളിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ താങ്കളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്നു. അതായത് അള്ളാഹു അല്ലാതെ മറ്റൊരു ആരാധ്യനില്ലെന്നും ഞാൻ അള്ളാഹുവിൻ്റെ ദൂതനാണെന്നും സാക്ഷ്യം വഹിക്കുക. നിങ്ങൾ അള്ളാഹുവിനെ അല്ലാതെ മറ്റാരെയും ആരാധിക്കരുത്. അടിമയായ ആ വ്യക്തി പറഞ്ഞു, ഞാൻ ഈ സാക്ഷ്യം വഹിക്കുകയാണെങ്കിൽ എനിക്ക് അതുകൊണ്ട് എന്ത് കിട്ടും? ഞാൻ അള്ളാഹുവിൽ വിശ്വസിക്കുകയാണെങ്കിൽ എനിക്ക് എന്താണ് കിട്ടുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളിതിൽ വിശ്വസിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്വർഗം ലഭിക്കും. അങ്ങനെ ആ അടിമ വംശജൻ ഇസ്ലാം സ്വീകരിച്ചു. അദ്ദേഹം പറഞ്ഞു, യാ റസൂലല്ലാ, ഞാൻ കറുത്ത നിറമുള്ള മനുഷ്യനാണ്. മുഖത്ത് യാതൊരു സൗന്ദര്യവുമില്ല. വളരെ ദുർഗന്ധമുള്ള ആളാണ്. എൻ്റെ പക്കൽ പൈസയുമില്ല. ഞാൻ ശത്രുക്കളുമായി അടരാടി മരണപ്പെടുകയാണെങ്കിൽ ഞാൻ സ്വർഗത്തിൽ പോകുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെ, തീർച്ചയായും നിങ്ങൾ സ്വർഗത്തിൽ പോകുന്നതാണ്. ഹബശി അടിമ പറഞ്ഞു, യാ റസൂലല്ലാ, ഈ ആടുകളെല്ലാം എൻ്റെ പക്കൽ സൂക്ഷിപ്പ് മുതലാണ്. അവയെ ഞാൻ എന്തു ചെയ്യും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവയെ സൈന്യത്തിൽ നിന്ന് മാറ്റി നിർത്തുക. സ്വതന്ത്രമായി മൈതാനത്തിലേക്ക് അഴിച്ചുവിടുക. തീർച്ചയായും അള്ളാഹു നിന്റെ ഈ അമാനത്ത് നിന്റെ ഭാഗത്തു നിന്ന് കൊടുത്തു വിട്ടുന്നതാണ്. അതായത് അവരിലേക്ക് അത് എത്തുന്നതാണ്. ചില ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമരാർത്ഥ സ്വത്തുക്കൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയായിരുന്നു യുദ്ധം ചെയ്തതെന്ന് ആക്ഷേപിക്കാറുണ്ട്. പ്രത്യേകിച്ചും ഖൈബറിനെ സംബന്ധിച്ച് യഹൂദികളുടെ സമ്പത്തുകളിൽ അധീശത്വം നേടുന്നതിന് വേണ്ടിയാണ് അവർക്കുമേൽ ആക്രമണം ചെയ്തു എന്നും ആക്ഷേപിക്കുന്നു. ഇത് ശരിയായിരുന്നുവെങ്കിൽ ഖൈബറിൽ സഹാബാക്കൾ വിശപ്പ് കൊണ്ട് വലയുമ്പോൾ ഭക്ഷണത്തിന് ഒന്നും കിട്ടാതിരുന്ന സമയത്ത് യുദ്ധത്തിൻ്റെ നിർണായക ഘട്ടത്തിൽ ശത്രുക്കളുടെ ആട്ടുംപറ്റത്തെ ആടുകൾ സൗജന്യമായി കിട്ടിയ മുതലുമായിരുന്നു അതിനെ ഉപയോഗിക്കേണ്ടതായിരുന്നു. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധാവസരത്തിൽ പോലും അമാനത്ത്, അതായത് സൂക്ഷിപ്പ് മുതലിൻ്റെ കടമ യഥാവിധി പാലിക്കുകയുണ്ടായി. ആടുകളെ തിരിച്ചു കൊടുക്കാൻ കൽപ്പിച്ചു. ഏതായിരുന്നാലും അദ്ദേഹം അങ്ങനെ തന്നെ ചെയ്തു. ആടുകളെല്ലാം ആരോ ഒരാൾ മേയ്ക്കാനുള്ളതുപോലെ ഒന്നിച്ചു തന്നെ നീങ്ങി. അങ്ങനെ അതിൻ്റെ ഉടമസ്ഥനടുക്കലെത്തി. പിന്നെ അദ്ദേഹം മുന്നോട്ട് വന്ന് പോരാടി. ഒടുവിൽ ഒരു അമ്പ് അദ്ദേഹത്തിന് മേൽ തറച്ചു. അങ്ങനെ ഷഹീദായി. വാസ്തവത്തിൽ അദ്ദേഹം ഒരു സുജൂദ് പോലും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. വളരെ പുതു മുസ്ലിമായിരുന്നു. ഒരു നമസ്കാരമോ മറ്റോ അനുഷ്ഠിച്ചിട്ടില്ല. മുസ്ലിങ്ങൾ അദ്ദേഹത്തെ എടുത്ത് തങ്ങളുടെ സൈന്യത്തിലേക്ക് കൊണ്ടുവന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദേഹത്തെ കൂടാരത്തിലേക്ക് കൊണ്ടുപോവുക. സഹാബാക്കൾ അദ്ദേഹത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കൂടാരത്തിലെത്തിച്ചു. ഹസ്രത്ത് അനസ് വിവരിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ അടുക്കൽ വന്നു. അദ്ദേഹം ഷഹീദായിട്ടുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹു നിന്റെ മുഖത്തെ സൗന്ദര്യപ്രദമാക്കിയിരിക്കുന്നു. നിന്റെ ദുർഗന്ധത്തെ സുഗന്ധമുള്ളതാക്കിയിരിക്കുന്നു. നിന്റെ സമ്പത്ത് വർദ്ധിപ്പിച്ചിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്തുകൊണ്ട് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തെ സ്വർഗത്തിലെത്തിച്ചിരിക്കുന്നു. ഹസ്രത്ത് മുസ്ലിം മൗദ് ഈ സംഭവത്തെ വിവരിച്ചുകൊണ്ട് പറയുന്നു, ഖൈബർ ഉപരോധ ദിവസങ്ങളിൽ ഒരു യഹൂദി നേതാവിൻ്റെ ആട്ടിടയൻ മുസ്ലിമായിട്ടുണ്ടായിരുന്നു. മുസ്ലിമായതിനു ശേഷം അദ്ദേഹം പറഞ്ഞു, യാ റസൂലല്ലാ, എനിക്കിനി അവരുടെ ഇടയിലേക്ക് പോകാൻ സാധ്യമല്ല. ഈ ആടുകളെല്ലാം ആ യഹൂദിയുടെ എൻ്റെ കയ്യിലുള്ള സൂക്ഷിപ്പ് മുതലാണ്. ഇവയെ ഞാൻ ഇനി എന്താണ് ചെയ്യുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആടുകളെ അവരുടെ കോട്ടകൾക്ക് അഭിമുഖമായി നിർത്തി അങ്ങോട്ട് തള്ളിവിടുക. അള്ളാഹു അവയെ അതിൻ്റെ ഉടമസ്ഥൻ്റെ അടുക്കലേക്ക് എത്തിക്കുന്നതാണ്. അദ്ദേഹം അതുപോലെ തന്നെ ചെയ്തു. ആടുകൾ കോട്ടയ്ക്കടുത്തെത്തി. അവിടെ കോട്ടയിലുണ്ടായിരുന്നവർ അവയെ അകത്തേക്ക് കടത്തിവിടുകയും ചെയ്തു. ഖൈബർ വേളയിലുണ്ടായ ചില ഫിഖ് സംബന്ധമായ കാര്യങ്ങളെക്കുറിച്ചും പരാമർശമുണ്ട്. ഹസ്രത്ത് അബ്ദുല്ലാ ബിൻ ഉമർ നിവേദനം ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈബർ വേളയിലാണ് വളർത്തു കഴുതയുടെ ഇറച്ചി കഴിക്കുന്നത് വിലക്കിയത്. അത് സംബന്ധിച്ച് ബുഖാരിയിലുള്ള ഒരു നിവേദനത്തിൽ പറയുന്നു. ഹസ്രത്ത് അലി നിവേദനം ചെയ്യുന്നു, ഖൈബർ ദിവസങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളർത്തു കഴുതയുടെ മാംസം വിലക്കുകയുണ്ടായി. ഫിദക്കുകാരുമായി ഉണ്ടാക്കിയ
രഞ്ജിപ്പിനെക്കുറിച്ചും വിവരണമുണ്ട്. ഫിദക്ക് ഖൈബറിന് സമീപം മദീനയിൽ നിന്ന് 6 രാത്രി യാത്രാ ദൈർഘ്യമുള്ള ഒരു സ്ഥലമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈബറിലേക്ക് തിരിച്ചു. അവിടെ എത്തിയപ്പോൾ മുഹീസ് ബിൻ മസ്ഊദിനെ ഫിദക്കുകാരെ ഇസ്ലാമിലേക്ക് വിളിക്കാനും അവർ ആക്രമിക്കപ്പെട്ടേക്കുമെന്ന് അവർക്ക് മുന്നറിയിപ്പ് കൊടുക്കുന്നതിന് വേണ്ടിയാണ് അദ്ദേഹത്തെ പറഞ്ഞയച്ചത്. കാരണം അവരും ദ്രോഹങ്ങളിൽ ഒരുപാട് മുന്നേറിയിട്ടുണ്ടായിരുന്നു. അതല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ മുസ്ലിങ്ങളെ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുകയോ ഏതെങ്കിലുമൊക്കെ നിലയിൽ മുസ്ലിങ്ങൾക്ക് നഷ്ടങ്ങൾ വരുത്തുകയോ ചെയ്തുകൊണ്ടിരുന്നു. അതുകൊണ്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞങ്ങൾ ഖൈബറുകാരോട് ചെയ്തതുപോലെ നിങ്ങൾക്ക് നേരെയും യുദ്ധം ചെയ്യുന്നതാണ്. ഹദ്രത്ത് മുഹീസ പറയുന്നു, ഞാൻ അവരുടെ അടുക്കലെത്തി 2 ദിവസം അവിടെ താമസിച്ചു. പക്ഷേ അവർ ഒഴികഴിവുകൾ പറഞ്ഞുകൊണ്ടിരുന്നു. അവർ പറഞ്ഞു, ഖൈബറിൽ 10,000 യോദ്ധാക്കളുണ്ട്. അവരിൽ ആമിർ, യാസിർ, ഹാരിസ്, കൂടാതെ യഹൂദികളുടെ നേതാവ് മർഹബനെ പോലെയുള്ള ആളുകളുമുണ്ട്. അതുകൊണ്ട് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ അടുത്തെത്തുമെന്ന് ഞങ്ങൾ കരുതുന്നില്ല. ഹദ്രത്ത് മുഹീസ് തുടരുന്നു, ഞാൻ അവരുടെ ദ്രോഹവും ധിക്കാരവും കണ്ടപ്പോൾ അവിടെ നിന്ന് തിരിച്ചു വരാൻ തീരുമാനിച്ചു. അദ്ദേഹം പറയുന്നു, അവിടെയുള്ള ഗോത്രക്കാർ പറഞ്ഞു, ഞങ്ങൾ താങ്കളോടൊപ്പം ഞങ്ങളുടെ ഗോത്രത്തിലെ ചില ആളുകൾ പറഞ്ഞുവിടാം. അവർ ഞങ്ങളുടെ ഭാഗത്തു നിന്ന് സന്ദേശവുമായി വരുന്നവരായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഖൈബർ കീഴ്പ്പെടുത്താൻ കഴിയുമെന്ന് പോലും അവർ കരുതുന്നുണ്ടായിരുന്നില്ല. അവർ ആളുകളെ അയക്കാമെന്ന് പറഞ്ഞെങ്കിലും മുസ്ലിങ്ങൾ ഖൈബർ കീഴ്പ്പെടുത്തുമെന്നത് അവർക്ക് അചിന്തനീയമായതുകൊണ്ട് അവർ ഒഴികഴിവുകൾ പറഞ്ഞുകൊണ്ടിരുന്നു. ശരി, ഞങ്ങൾ അയക്കാം എന്നെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ കുറച്ചാളുകൾ അവിടെ എത്തി പറഞ്ഞു, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നായിമ കോട്ട കീഴ്പ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ഫിദക്കുകാർക്ക് ബോധ്യം വന്നു. അവർ തങ്ങളുടെ നേതാക്കന്മാരിൽപ്പെട്ട ഒരാളുടെ നേതൃത്വത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സവിധത്തിലേക്ക് ഒരു സംഘത്തെ അയച്ചു. നേതാവിൻ്റെ പേര് നൂൻ ബിൻ യൂഷ എന്നായിരുന്നു. അയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സവിധത്തിലെത്തി പറഞ്ഞു, ഞങ്ങളുടെ ജീവൻ രക്ഷിക്കാം എന്ന കാര്യത്തിൽ ഞങ്ങളുമായി സന്ധിയായാലും ഞങ്ങൾ ഞങ്ങളുടെ സമ്പത്തും മറ്റ് കാര്യങ്ങളുമായി ഫിദക്കിൽ നിന്ന് പോകാൻ തയ്യാറാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ അപേക്ഷ സ്വീകരിച്ചു. ഒരു നിവേദനത്തിൽ പറയുന്നു, ഫിദക്കുകാർ അവരുടെ ഭൂമിയിൽ പകുതി സ്വന്തം കയ്യിൽ വയ്ക്കാനും പകുതി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് കൊടുക്കാനും സന്ധി ചെയ്തു എന്നും പറയുന്നു. കാരണം ഈ പ്രദേശം യാതൊരു യുദ്ധവും കൂടാതെയാണ് കയ്യിൽ വന്നത്. അതുകൊണ്ട് ഇത് തിരുനബിയുടെ പക്കൽ അതായത് യുദ്ധം കൂടാതെ ആർജിച്ച സമ്പത്തായിരുന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിദക്കിൽ നിന്നുള്ള വരുമാനം ചെലവഴിച്ചു കൊണ്ടിരുന്നു. ഖൈബറിലെ സമരാർജിത സ്വത്തുക്കളും അതിൻ്റെ വിതരണവുമായി ബന്ധപ്പെട്ട ഒരു നിവേദനവുമുണ്ട്. ഹദ്രത്ത് അബൂ ഹുറൈറ നിവേദനം ചെയ്യുന്നു, ഞങ്ങൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഖൈബറിലേക്ക് പുറപ്പെട്ടു. യുദ്ധമുതലുകളിൽ ഞങ്ങൾക്ക് സ്വർണമോ വെള്ളിയോ കിട്ടിയില്ല. ഒട്ടകവും വളർത്തുമൃഗങ്ങളും തോട്ടങ്ങളുമാണ് കിട്ടിയത്. ഒരു നിവേദനത്തിൽ സമ്പത്തും വസ്ത്രങ്ങളും സാധനങ്ങളും കിട്ടിയെന്ന് പറയുന്നു. ഏതാനും കോട്ടകളിൽ നിന്ന് ആയുധങ്ങളും കിട്ടിയിരുന്നു. ഇതിൻ്റെ വിശദീകരണത്തിൽ പറയുന്നു, അതിൽ 1000 കുന്തങ്ങളും 400 വാളുകളും 500 വില്ലുകളും ഉണ്ടായിരുന്നു. ഹദ്രത്ത് ബഷീർ ബിൻ യസാർ നിവേദനം ചെയ്യുന്നു, ഖൈബറിനെ മൊത്തം 36 വിഭജിച്ചു. അതിൽ പകുതി, അതായത് 18 ഭാഗം മുസ്ലിങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചു. അതിൽ ഓരോന്നും 100 വീതം ഭാഗങ്ങൾ അടങ്ങിയതായിരുന്നു. അതായത് 1800 ഭാഗങ്ങൾ ഉണ്ടായിരുന്നു. അതിലൊരു പങ്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെതായിരുന്നു. അതായത് മറ്റുള്ളവർക്ക് കൊടുത്തിരുന്നതിന് തത്തുല്യമായ പങ്ക് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനും ഉണ്ടായിരുന്നത്. ഒരു നിവേദനത്തിൽ പറയുന്നു, കുതിരകളെ 3 ഭാഗമാക്കിയിട്ടുണ്ടായിരുന്നു. കാലാളുകളെ ഒരു പങ്കാക്കി മാറ്റിയിരുന്നു. ഭാവിയിൽ ഉണ്ടാകുന്ന അവസ്ഥകൾക്കും സാഹചര്യങ്ങൾക്കും മുസ്ലിങ്ങൾക്ക് ഇനി ഉണ്ടാകാനിടയുള്ള കാര്യങ്ങൾക്കും വേണ്ടി അത് നിജപ്പെടുത്തി മാറ്റിവെച്ചു. അതായത് റിസർവ് ഫണ്ടിലേക്ക് മാറ്റി. ഇത് വത്തി, കത്തീബിയ, സലാലിം എന്നിവയും
അതുമായി ബന്ധപ്പെട്ട സ്വത്തുക്കളും ആയിരുന്നു. ഇതെല്ലാം അവിടെ ഉണ്ടായിരുന്ന സ്വത്തുക്കളായിരുന്നു. ഒരു നിവേദനത്തിൽ പറയുന്നു, ഖത്തീബിയിൽ നിന്ന് കിട്ടിയതിൽ അള്ളാഹുവിൻ്റെ അഞ്ചിലൊന്നും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പങ്കും സ്വന്തക്കാരുടെയും യത്തീമുകളുടെയും മിസ്കീനുകളുടെ പങ്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹധർമ്മിണിമാർക്കുള്ള ചെലവും ഉൾപ്പെട്ടിരുന്നു. കൂടാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനും ഫിദക്കുകാർക്കുമിടയിൽ സന്ധി നടത്തിയിരുന്ന ആളുകൾക്കുള്ള പങ്കും മാറ്റിവെക്കുകയുണ്ടായി. അതിലൊരു പങ്ക് ഹസ്രത്ത് മുഹീസ ബിൻ മസ്ഊദിൻ്റെതായിരുന്നു. അദ്ദേഹത്തിന് 30 വസക്ക് ജൗവും 30 വസക്ക് ഈന്തപ്പഴവും നൽകിയുണ്ടായി. ഒരു വസക്ക് എന്ന് പറയുന്നത് 60 സാ ആണ്. ഒരു സാ ഏകദേശം 2.5 കിലോ ആണ്. അങ്ങനെ ഏറെക്കുറെ 4,500 കിലോ ജൗവരിയും 4,500 കിലോ ഈന്തപ്പഴവും അദ്ദേഹത്തിന് നൽകി. ഖൈബറിൽ നിന്നുള്ള സാമ്രാജ്യ സ്വത്തുക്കൾ പൊതുവിൽ വിതരണം ചെയ്യപ്പെട്ടത് ഹുദൈബിയ സന്ധിയിൽ ഹാജരായിരുന്ന ആളുകൾക്കിടയിലാണ്. അതേസമയം അവരെ കൂടാതെ ഹസ്രത്ത് ജാബിർ ബിൻ അബ്ദുല്ല ബിൻ അമറിനും ഒരു പങ്ക് നൽകുകയുണ്ടായി. അതിനു പുറമെ ഹബശിയിൽ നിന്ന് വന്നവർക്കും ഹസ്രത്ത് അബൂ ഹുറൈറ മുതലായവർക്കും അതിൽ നിന്ന് ഭാഗം നൽകുകയുണ്ടായി. ഒരു നിവേദനത്തിൽ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വേണ്ടിയുള്ള 5ൽ 1 ഭാഗം പങ്കിൽ നിന്ന് ആയുധങ്ങളും വസ്ത്രങ്ങളും മറ്റും വാങ്ങിച്ചിരുന്നു. അതിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബക്കാർക്കും കൊടുക്കുകയുണ്ടായി. മുത്തലിബിന്റെ മക്കൾക്കും അനാഥ സ്ത്രീകൾക്കും ചോദിച്ചു വരുന്നവർക്കും അതിൽ നിന്ന് നൽകുകയുണ്ടായി. ഇബ്നു ഇസ്ഹാഖ് എഴുതുന്നു, ഖൈബറിൽ വിതരണം ചെയ്യുന്നതിൻ്റെ കാര്യസ്ഥന്മാർ ബനൂ സലമിലെ അംഗമായിരുന്ന ഹസ്രത്ത് ജാബിർ ബിൻ സഹർ അൻസാരിയും നജ്ജാർ ഗോത്രത്തിൽപ്പെട്ട ഹസ്രത്ത് സെയ്ദ് ബിൻ സാബിത്തും ആയിരുന്നു. ഇവർ രണ്ടുപേരും കണക്കുകൾ നോക്കി വിതരണം ചെയ്തിരുന്നു. ഹസ്രത്ത് സാദ് എഴുതുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമരാർജിത സ്വത്തുക്കൾ സ്വരുക്കൂട്ടാൻ കൽപ്പിച്ചു. അങ്ങനെ അത് ഒരുമിച്ച് കൂട്ടി. ഫറൂബിൻ ബയാദിയെ അതിന് മേൽനോട്ടം വഹിക്കാൻ നിയമിച്ചു. എണ്ണിക്കണക്കാക്കാനുള്ള ഉത്തരവാദിത്തം ഹസ്രത്ത് സെയ്ദ് ബിൻ സാബിത്തിനെയാണ് ഏൽപ്പിച്ചത്. ഹസ്രത്ത് അബ്ദുല്ല ബിൻ മഗ്ഫിൽ പറയുന്നു, എനിക്ക് ഒരു ഭക്ഷണപാത്രം ലഭിച്ചു. മറ്റൊരു നിവേദനത്തിൽ പറയുന്നു, ഈ ഭക്ഷണപാത്രത്തിൽ നിറയെ കൊഴുപ്പ് ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, ഞാൻ ഇതിൽ നിന്ന് ആർക്കും ഒന്നും കൊടുക്കുന്നതല്ല. ഞാൻ അവരുടെ മുന്നിലൂടെ കടന്നു പോകുമ്പോൾ എനിക്ക് ലജ്ജ തോന്നി. ഞാനത് എൻ്റെ കക്ഷത്തിൽ എൻ്റെ കൂട്ടുകാരിൽ നിന്ന് മറച്ചു പിടിച്ചു. വഴിയിൽ സമരാർജിത സ്വത്തുക്കളുടെ മേൽനോട്ടക്കാർ എന്നെ കണ്ടു. അവരതിൻ്റെ ഒരു വശം പിടിച്ചുകൊണ്ട് ഇവിടേക്ക് കൊണ്ടുവരൂ, ഞങ്ങൾ അത് വിതരണം ചെയ്യാം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഒരിക്കലുമില്ല. അള്ളാഹുവാണേ, ഞാനിതിൽ നിന്ന് അല്പം പോലും നൽകുന്നതല്ല. അങ്ങനെ അദ്ദേഹം എൻ്റെ കയ്യിൽ നിന്ന് സഞ്ചി വലിക്കാൻ തുടങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി അത് കണ്ടപ്പോൾ പുഞ്ചിരിച്ചുകൊണ്ട് വിതരണം ചെയ്യുന്ന മേൽനാട്ടുകാരനോട് പറഞ്ഞു, അദ്ദേഹത്തെ വിടൂ. അങ്ങനെ അവർ അദ്ദേഹത്തെ വിടുകയും ചെയ്തു. തുടർന്ന് ഞാൻ അതുമായി എൻ്റെ സുഹൃത്തുക്കളുടെ അടുക്കലെത്തി. ഞങ്ങളത് ഭക്ഷിക്കുകയും ചെയ്തു. ഇതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് സഹാബാക്കളോട് ഉണ്ടായിരുന്ന വാത്സല്യം. അദ്ദേഹം അത് കൊണ്ടുപോകുന്നുവെങ്കിൽ കൊണ്ടുപോകട്ടെ. ഇബ്നു ഇസാഖ് വിവരിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു ഖയ്യൂമിനെ വളർത്തുകോഴികളും വളർത്തുമൃഗങ്ങളും നൽകുകയുണ്ടായി. അതായത് കിട്ടിയ എല്ലാ സാധനങ്ങളും വിതരണം ചെയ്തു. ഖൈബറിൽ ഭാഗഭാക്കായ സ്ത്രീകൾക്കും പങ്ക് നൽകിയിരുന്നു. ഇബ്നു ഇസാഖ് എഴുതുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഖൈബറിൽ മുസ്ലിങ്ങളിലെ ചില സ്ത്രീകളും വന്നിട്ടുണ്ടായിരുന്നു. അവർക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധമുതൽ നിന്ന് നൽകുകയുണ്ടായി. അതേസമയം സമരാർജിത സ്വത്തുക്കളിൽ നിന്ന് അവർക്ക് കൃത്യമായ പങ്കൊന്നും നൽകിയിട്ടില്ല. ഒരു സ്ത്രീ പറയുന്നു, ഞാൻ ബനു ഗഫാർ ഗോത്രത്തിലെ ചില സ്ത്രീകളെയും കൂട്ടി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലെത്തി. ഞങ്ങൾ പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഞങ്ങളും അങ്ങയോടൊപ്പം പുറപ്പെടാൻ ആഗ്രഹിക്കുന്നു. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈബറിലേക്ക് പോവുകയായിരുന്നു. ഞങ്ങൾ പരിക്കേറ്റവരെ ശുശ്രൂഷിക്കുകയും മുസ്ലിങ്ങളെ സഹായിക്കുകയും ചെയ്യാമെന്നെല്ലാം സ്ത്രീകൾ പറഞ്ഞു.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ശരി, അള്ളാഹുവിൻ്റെ അനുഗ്രഹവുമായി പുറപ്പെട്ടുകൊള്ളുക. അതെ, നിങ്ങൾക്കും അനുവാദം തരുന്നു. ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം പുറപ്പെട്ടു. ഖൈബർ കീഴടക്കിയപ്പോൾ സ്വത്തുക്കളിൽ നിന്ന് ഞങ്ങൾക്ക് നൽകുകയുണ്ടായി. ഒരു മാല എടുത്ത് എൻ്റെ കഴുത്തിൽ അണിയിച്ചു. നിവേദക പറയുന്നു, അള്ളാഹുവാണേ, ആ മാല സദാസമയവും എൻ്റെ കഴുത്തിൽ തന്നെ കിടന്നിരുന്നു. ഞാൻ ഒരു നിമിഷത്തേക്ക് പോലും അതിനെ അകറ്റാൻ ആഗ്രഹിച്ചില്ല. എത്രത്തോളം എന്നാൽ ആ സഹാബിയ ഇങ്ങനെ വസിയത്ത് ചെയ്തു, ഈ മാല എന്നോടൊപ്പം തന്നെ കബറടക്കപ്പെടേണ്ടതാണ്. ഈ മാലയുടെ കെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കെട്ടിയതാണ്. മറ്റാരും അത് തുറക്കരുത്. ബനു ഗഫാർ ഗോത്രത്തിലെ ഈ സ്ത്രീയുടെ പേര് ഉമയ്യ ബിൻത്ത് ഖൈസ് ബിൻ അബൂ സ്വലത്ത് എന്നായിരുന്നു. ഹദരത്ത് അബ്ദുല്ല ബിൻ ഉനൈസ് നിവേദനം ചെയ്യുന്നു, ഞാനും ഖൈബറിലേക്ക് പുറപ്പെട്ടു. എൻ്റെ കൂടെ എൻ്റെ ഭാര്യയും ഉണ്ടായിരുന്നു. അവൾ ഗർഭിണിയുമായിരുന്നു. വഴിയിൽ തന്നെ അവൾ ഒരു കുട്ടിക്ക് ജന്മം നൽകി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അത് സംബന്ധിച്ച് അറിയിപ്പ് നൽകിയപ്പോൾ അവൾക്ക് വേണ്ടി ഈന്തപ്പഴം കുതിർക്കാൻ കൽപ്പിച്ചു. അത് നല്ലപോലെ കുതിർന്നാൽ അവൾക്കത് കുടിക്കാൻ കൊടുക്കുക. അതായത് അത് നല്ലപോലെ കുതിർത്ത് അതിൽ നിന്ന് ജ്യൂസ് എടുത്ത് അത് അവൾക്ക് നൽകുക. അത് കൊടുത്തപ്പോൾ വേദനയ്ക്ക് ആശ്വാസമുണ്ടാവുകയും ക്ഷീണം മാറുകയും കുട്ടിക്ക് ജന്മം നൽകുകയും ചെയ്തു. ഞങ്ങൾ ഖൈബർ കീഴടക്കിയപ്പോൾ ഞങ്ങൾക്കും പങ്ക് മാറ്റിവെക്കുകയുണ്ടായി. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ത്രീകൾക്കുള്ള പങ്ക് ഫേ സമ്പത്തിൽ നിന്ന്, അതായത് യുദ്ധം കൂടാതെ കിട്ടിയ സമ്പത്തിൽ നിന്നാണ് നൽകിയത്. ഫിദക്കിൽ നിന്നുള്ള സമ്പത്തിൽ നിന്നാണ് അത് കൊടുത്തത്. എൻ്റെ ഭാര്യയ്ക്ക് നൽകുകയുണ്ടായി. വഴിയിൽ ജനിച്ച എൻ്റെ കുട്ടിക്കും കിട്ടുകയുണ്ടായി. ഇവിടെ തൗറാത്തിലെ ഏടുകൾ യഹൂദികൾക്ക് തിരിച്ചു കൊടുത്തത് സംബന്ധിച്ചുള്ള പരാമർശവുമുണ്ട്. ഖൈബറിലെ കോട്ടകളിൽ നിന്ന് സമരാർജിത സ്വത്തുക്കൾ സ്വരുക്കൂട്ടുമ്പോൾ അതിൽ തൗറാത്തിലെ ചില ഏടുകളും കിട്ടിയിരുന്നു. യഹൂദികൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സവിധത്തിലെത്തി അത് തിരിച്ചു നൽകണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുരക്ഷിതമായി എല്ലാ ഏടുകളും അവർക്ക് തിരിച്ചു കൊടുക്കാൻ കൽപ്പന നൽകി. അതായത് തൗറാത്ത് എഴുതിയിട്ടുണ്ടായിരുന്ന കടലാസുകളെല്ലാം തിരിച്ചു നൽകി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മതപരമായ വിശാല മനസ്കതയും വികാരങ്ങളെ പരിഗണിക്കുന്നതുമെല്ലാം പരകോടിയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അവർക്ക് തൗറാത്ത് സുരക്ഷിതമായി തിരിച്ചു കൊടുക്കാൻ കൽപ്പിച്ചു. അല്ലാതെ ഇന്ന് മുസ്ലിം വിരോധത്തിൽ വിശുദ്ധ ഖുർആൻ കത്തിച്ചു കളയാൻ പറയുന്നത് പോലെ ചെയ്യാനല്ല പറഞ്ഞത്. മറിച്ച് അവരുടെ വേദഗ്രന്ഥം സുരക്ഷിതമായി തിരിച്ചേൽപ്പിക്കാനുള്ള മാതൃകയാണ് കാണിച്ചത്. ഖൈബറിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ വാദിയുൽ ഖുറ യുദ്ധത്തെക്കുറിച്ചുള്ള പരാമർശവും കാണപ്പെടുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈബർ വിജയത്തിനു ശേഷം ഏതാനും ദിവസം അവിടെ തന്നെ തങ്ങുകയുണ്ടായി. പിന്നെ ഇസ്ലാമിക സൈന്യത്തോടൊപ്പം തിരിച്ചു പുറപ്പെട്ടു. അപ്പോൾ വാദിയുൽ ഖുറയിൽ വെച്ച് യഹൂദികളുമായി യുദ്ധം ചെയ്യേണ്ടി വന്നു. ഇത് തൈമയുടെയും ഖൈബറിൻ്റെയും ഇടയിലുള്ള ഒരു താഴ്വരയാണ്. അതിലൊരുപാട് ജനവാസ കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നു. ഇത് വാദിയുൽ ഖുറ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. പുരാതന കാലത്ത് ആദ്, സമൂദ് ഗോത്രങ്ങൾ ഇവിടെയാണ് വസിച്ചിരുന്നത്. ഈ രണ്ട് ജനതകളെപ്പറ്റിയും വിശുദ്ധ ഖുർആനിൽ പരാമർശം കാണപ്പെടുന്നുണ്ട്. ഈ സമൂഹങ്ങൾ ഇവിടെ വസിച്ചിരുന്നു. ഇസ്ലാമിനു മുമ്പ് യഹൂദികൾ ഈ പ്രദേശങ്ങളിൽ വന്ന് താമസിക്കുകയുണ്ടായി. അവർ കൃഷിയും ജലസേചനവും ഒരുപാട് പുരോഗതിപ്പെടുത്തുകയും ചെയ്തു. മാത്രമല്ല അത് യഹൂദികളുടെ കേന്ദ്രമായി മാറുകയും ചെയ്തു. ഇതേ സംബന്ധിച്ച് ഹദ്രത്ത് അബൂ ഹുറൈറയുടെ ഒരു നിവേദനവുമുണ്ട്. അദ്ദേഹം നിവേദനം ചെയ്യുന്നു, ഞങ്ങൾ ഖൈബർ കീഴടക്കി. പിന്നെ ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒപ്പം വാദിയുൽ ഖുറയിൽ എത്തി. അദ്ദേഹത്തോടൊപ്പം മദ്ഹം എന്നു പേരുള്ള ഒരടിമയും ഉണ്ടായിരുന്നു. അത് ബനു ലുബാബ് ഗോത്രക്കാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സമ്മാനമായി നൽകിയതാണ്. ഇതിനിടയിൽ, അതായത് അദ്ദേഹം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടാരം അഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഒരു അജ്ഞാതൻ്റെ അമ്പ് വരികയുണ്ടായി. അത് ദേഹത്ത് തറയ്ക്കുകയും അദ്ദേഹം അവിടെ മരണപ്പെടുകയുണ്ടായി. ജനങ്ങൾ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ഷഹാദത്ത് അനുഗ്രഹീതമാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ല, ആരുടെ കയ്യിലാണോ എൻ്റെ ജീവനുള്ളത് അവനാണ് സത്യം. ഖൈബറിൽ അദ്ദേഹത്തിന് വിതരണം ചെയ്യപ്പെടേണ്ടിയിരുന്ന പുതപ്പ് ആരുടെ പക്കലാണോ അവനുമേൽ തീ ആളുന്നുണ്ട്.
അതായത് സമരാജിത സ്വത്തുക്കൾ സ്വരുക്കൂട്ടുന്നതിനിടയിൽ പ്രസ്തുത പുതപ്പ് ആരോ മോഷ്ടിച്ചിട്ടുണ്ടായിരുന്നു. ഏതായിരുന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും ഈ കാര്യങ്ങൾ കേട്ടപ്പോൾ ആ വ്യക്തി ഇത് ഭയാനകമായ കാര്യമാണെന്നും നരകത്തിലേക്ക് കൊണ്ടുപോകുമെന്നും മനസ്സിലാക്കി. അങ്ങനെ അയാൾ ചെരുപ്പിന്റെ ഒന്നോ രണ്ടോ വാറുമായി എത്തി. എന്നിട്ട് പറഞ്ഞു, ഇതും ഞാൻ എടുത്തതായിരുന്നു, ഇതും നേരത്തെ തന്നെ ഞാൻ എടുത്തതാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു വള്ളിയായാലും 2 വള്ളിയായാലും അത് നരകത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് കാരണമാകുന്നതാണ്. അതായത് ചെറിയ ചെറിയ സാധനങ്ങളാണെങ്കിലും അത് മോഷ്ടിക്കുകയാണെങ്കിൽ നിങ്ങൾക്കതിനുള്ള ശിക്ഷ ലഭിക്കുന്നതാണ്. ഏതായിരുന്നാലും ഈ യുദ്ധത്തിൻ്റെ കൂടുതൽ വിശദീകരണങ്ങളിൽ എഴുതുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഉണ്ടായിരുന്ന യഹൂദികളുമായി യുദ്ധത്തിന് സഹാബാക്കളുടെ സഫുകൾ ശരിയാക്കി. ഒരു പതാക ഹദ്രത്ത് സാദ് ബിൻ ഉബാദയ്ക്ക് നൽകി, മറ്റൊന്ന് ഹദ്രത്ത് ഹബ്ബാബ് ബിൻ മുൻസറിന് കൊടുത്തു, വേറൊന്ന് ഹദ്രത്ത് സുഹൈൽ ബിൻ ഹുനൈഫിനും ഇനിയുമൊന്ന് ഹദ്രത്ത് ഇബാദ് ബിൻ ബഷറിനും നൽകി. തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഹൂദികളെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു. അവരോട് പറഞ്ഞു, ഇസ്ലാം സ്വീകരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവനും സമ്പത്തും സുരക്ഷിതമാക്കപ്പെടും, അതിൻ്റെ കണക്കുകൾ അള്ളാഹുവിൻ്റെ പക്കൽ സുരക്ഷിതമായിരിക്കും. എന്നാൽ യഹൂദികൾ ഈ അഭ്യർത്ഥന നിരാകരിച്ചു, യുദ്ധത്തിന് തയ്യാറായി. ഏറ്റവും ആദ്യം യഹൂദികളിൽ നിന്ന് യുദ്ധത്തിന് വന്ന ആളെ ഹദ്രത്ത് ജുബൈർ വധിക്കുകയുണ്ടായി. പിന്നെ മറ്റൊരു യഹൂദി വന്നു, അയാളെ ഹദ്രത്ത് അലിയും വധിച്ചു. അതിനുശേഷം വേറൊരു യഹൂദി പുറപ്പെട്ടു, അയാളെ ഹദ്രത്ത് അബൂ ദുജാനിയും വധിച്ചു. ഇങ്ങനെ രാത്രി വരെയും യുദ്ധം തുടർന്നു. എത്രത്തോളം എന്നാൽ യഹൂദികളിലെ 11 പേർ കൊല്ലപ്പെട്ടു. അടുത്ത ദിവസമായപ്പോൾ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പേ യഹൂദികൾ ആയുധം വെച്ച് കീഴടങ്ങി. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാദിയുൽ ഖുറ കീഴടക്കി. അള്ളാഹു അവിടെയുള്ള യഹൂദികളുടെ സമ്പത്തുകൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സമരാർജിത സ്വത്തുക്കൾ എന്ന നിലയിൽ നൽകിയുണ്ടായി. മുസ്ലിങ്ങൾ അതിൽ നിന്ന് ഒരുപാട് സമ്പത്തുകൾ കരസ്ഥമാക്കി. വാദിയുൽ ഖുറയിൽ മുസ്ലിങ്ങൾക്കിടയിൽ സമരാർജിത സ്വത്തുക്കൾ വിതരണം ചെയ്തു. ഭൂമിയും ഈന്തപ്പഴത്തോട്ടങ്ങളും യഹൂദികൾക്ക് തന്നെ നൽകി. അവരെ തന്നെ അതിൻ്റെ മേൽനോട്ടക്കാരാക്കി. ഖൈബറിൽ യഹൂദികളെ മേൽനോട്ടക്കാരാക്കിയതുപോലെ നിങ്ങൾ തന്നെ ഇത് വയ്ക്കുകയും സമ്പാദിക്കുകയും തയ്യാറാക്കുകയും ചെയ്തു കൊള്ളുക എന്ന് പറഞ്ഞു. അല്ലാമ ബിലാദരി പറയുന്നു, ഹദ്രത്ത് അമർ ബിൻ സയ്യിദ് ബിൻ ആസിനെ വാദിൽ ഖുറയുടെ മേൽനോട്ടക്കാരനായി നിയമിച്ചു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം 4 ദിവസത്തോളം വാദിയുൽ ഖുറയിൽ തങ്ങി. പിന്നെ മദീനയിലേക്ക് തിരിച്ചു വന്നു. ഇതിൻ്റെ കൂടുതൽ വിശദീകരണങ്ങൾ ഇൻഷാ അല്ലാഹ് പിന്നീട് പറയുന്നതാണ്. ഈ സമയത്ത് ഞാൻ ചില മർഹൂമിങ്ങളെ അനുസ്മരിക്കാൻ ആഗ്രഹിക്കുന്നു. പിന്നെ ഇൻഷാ അല്ലാഹ് നമസ്കാരത്തിന് ശേഷം അവരുടെ ജനാസ ഗായിബും അനുഷ്ഠിക്കുന്നതാണ്. ആദ്യത്തെ അനുസ്മരണം ഖാദിയാനിലെ സദർ അഞ്ജുമൻ അഹമ്മദിയ സദർ മൗലാന മുഹമ്മദ് കരീമുദ്ദീൻ സാഹിബ് ഷാഹിദിനെ കുറിച്ചാണ്. കഴിഞ്ഞ ദിവസം റമദാൻ ദിവസങ്ങളിൽ അദ്ദേഹം 87-ാമത്തെ വയസ്സിൽ വഫാത്തായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അദ്ദേഹം മൂസിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പിതാവ് ബയ്യത്ത് ചെയ്ത് ജമാഅത്തിൽ പ്രവേശിച്ചതാണ്. അദ്ദേഹം വിവിധ സ്ഥലങ്ങളിൽ സ്വകാര്യ ജോലികൾ ചെയ്തിരുന്നു. ഇവർ ഗ്രാമപ്രദേശത്താണ് താമസിച്ചിരുന്നത്. അവിടെ വിദ്യാഭ്യാസത്തിനുള്ള ശരിയായ സംവിധാനം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഹൈദരാബാദിലെ ചിന്തകുണ്ടയിലുള്ള സേഠ് മുഹമ്മദ് മൊയ്നുദ്ദീൻ സാഹിബ് വിദ്യാഭ്യാസ ആവശ്യാർത്ഥം കരീമുദ്ദീൻ സാഹിബിനെ ഖാദിയാനിലേക്ക് അയച്ചു. 1954 മദ്രസ അഹമ്മദിയയിൽ ചേർന്നു. 1957 പാസ്സാവുകയും പിന്നീട് 1960 ചണ്ഡീഗഡ് പഞ്ചാബ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മൗലവി ഫാദിൽ പരീക്ഷ പാസ്സാവുകയും ചെയ്തു. തുടർന്ന് ഉപരിപഠനാർത്ഥം റബുവയിലും പോയി. അവിടെ 2 വർഷം ജാമിയ അഹമ്മദിയയിൽ പഠിച്ചു ഷാഹിദ് ഡിഗ്രി കരസ്ഥമാക്കി. അദ്ദേഹം ഇങ്ങനെ ഇന്ത്യയിൽ നിന്ന് ഷാഹിദ് ഡിഗ്രി നേടുന്ന ആദ്യത്തെ മുറബിയായിരുന്നു. ഖാദിയാനിൽ വിവിധ നിലയിൽ സേവനത്തിന് അവസരം ലഭിച്ചിട്ടുണ്ട്. ഇതിനിടയിൽ പണ്ഡിതൻ എന്ന നിലയ്ക്ക് സദർ അഞ്ജുമൻ അഹമ്മദിയ മെമ്പറും ആയിരുന്നു. 2021 വരെയും ഈ നിലയ്ക്ക് അംഗമായിരുന്നു. അഡീഷണൽ നാസിം വഖഫ് ജദീദ് ബേറൂൻ എന്ന നിലയ്ക്കും സേവനം ചെയ്തിട്ടുണ്ട്. 2 തവണ ജാമിയ അഹമ്മദിയയുടെ പ്രിൻസിപ്പൽ ആയിട്ടുണ്ട്. ദാറുൽ ഖസായിൽ സദർ ഖസാ ബോർഡ് ആയിരുന്നു. സദർ മജ്ലിസ് കാർപർദാസും ആയിട്ടുണ്ട്. 2021 ഞാൻ അദ്ദേഹത്തെ
സദർ അഞ്ജുമൻ അഹമ്മദിയയുടെ സദർ ആയി നിയമിച്ചു. വഫാത്ത് വരെയും ഈ പദവിയിൽ തുടർന്നു. നാസറാല ഖാദിയാൻ ഇനാം ഗോരി സാഹിബ് പറയുന്നു, മർഹൂം വളരെ ലളിതമായ പ്രകൃതവും ഉള്ളതിൽ തൃപ്തിപ്പെട്ട് ജീവിക്കുന്ന വ്യക്തിയുമായിരുന്നു. ഇത് ശരിയാണ്, ഞാനും കണ്ടിട്ടുണ്ട്. ജമാഅത്തിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൽ ശുഭ്രവസ്ത്രധാരിയായി അങ്ങനെ കഴിച്ചുകൂട്ടുകയായിരുന്നു. കടമെടുത്ത് ചെലവഴിക്കുന്നതിൽ അദ്ദേഹത്തിന് തീരെ ഇഷ്ടമുണ്ടായിരുന്നില്ല. വളരെ നല്ല കൈയക്ഷരമുള്ള ഉന്നത നിലവാരത്തിലുള്ള എഴുത്തുകാരനായിരുന്നു. കമ്പോസിംഗ് ഉണ്ടാകുന്നതിന് മുമ്പ് വരെയും ബദർ പത്രവും ജമാഅത്തിൻ്റെ പുസ്തകങ്ങളും പ്രസിദ്ധീകരണങ്ങളും കൈയെഴുത്ത് നടത്തുന്നതിന് അദ്ദേഹത്തിന് അവസരം ലഭിച്ചിട്ടുണ്ട്. നല്ല പ്രാസംഗികനും പ്രബന്ധകാരനുമായിരുന്നു. ഖാദിയാൻ ജൽസയിലും മറ്റ് ജമാഅത്തി തർബിയത്തി പരിപാടികളിലും പ്രസംഗിക്കാൻ അവസരം ലഭിച്ചുകൊണ്ടിരുന്നിട്ടുണ്ട്. ഖാദിയാനിൽ നിന്ന് ലൈവ് സംപ്രേഷണം ചെയ്യുന്ന MTA റാഹയുദ പരിപാടിയിൽ നീണ്ട കാലമായി ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കാനും അവസരം ലഭിച്ചിട്ടുണ്ട്. വൃക്കകൾ തകരാറിലായിരുന്നു, ക്ഷീണവുമുണ്ടായിരുന്നു. എന്നിട്ടും വളരെ കരുത്തോടുകൂടി തൻ്റെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റിക്കൊണ്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ മാതൃക തീർച്ചയായും അനുകരണീയമാണ്. കഴിഞ്ഞ 2024 ഖാദിയാൻ ജലസയിൽ അധ്യക്ഷതയും വഹിച്ചിട്ടുണ്ട്. വളരെയേറെ ശാരീരിക ക്ഷീണമുണ്ടായിരുന്നിട്ടും വളരെ കരുത്തോടുകൂടി അദ്ദേഹം 3 ദിവസവും പങ്കെടുത്തു, ഉദ്ഘാടനം ചെയ്തു. അതുപോലെ കഴിഞ്ഞ ഷൂറയിലും അദ്ദേഹം അധ്യക്ഷത വഹിക്കുകയുണ്ടായി. അദ്ദേഹത്തിന് അള്ളാഹു നീണ്ട 62 വർഷം ജമാഅത്തി സേവനത്തിന് അവസരം നൽകിക്കൊണ്ടിരുന്നു. ജീവിതത്തിൻ്റെ അവസാന ദിവസങ്ങളിൽ വീട്ടുകാരോട് അദ്ദേഹം പറഞ്ഞു, ഞാൻ ജനിച്ചത് റമദാൻ മാസത്തിലാണ്. നോക്കുക, എൻ്റെ മരണവും റമദാനിൽ തന്നെ ആയിരിക്കും. അങ്ങനെ പരിശുദ്ധ റമദാൻ 27-ാം തീയതി അദ്ദേഹം വഫാത്തായി. ഞാൻ പറഞ്ഞു വന്നതുപോലെ വളരെയേറെ അധ്വാനിയും താഴ്മയുമുള്ള മനുഷ്യരായിരുന്നു. തൻ്റെ ജോലികൾ സ്വയം നിർവഹിക്കാൻ എപ്പോഴും ശ്രമിച്ചിരുന്നു. ആർക്കുമേലും അദ്ദേഹം ഭാരമാകാൻ ഇഷ്ടപ്പെട്ടില്ല. വ്യക്തിപരമായ കാര്യങ്ങളും സ്വന്തമായി തന്നെ നിർവഹിച്ചു. കർമ്മയോഗിയായ പണ്ഡിതനായിരുന്നു. വഖഫ് സംബന്ധിച്ച് ചെയ്ത ശപഥം അദ്ദേഹം യഥാവിധി നിറവേറ്റുകയും ചെയ്തു. അള്ളാഹു അദ്ദേഹത്തിൻ്റെ പദവികൾ ഉയർത്തുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ ആദ്യ വിവാഹം ഇക്ബാൽ ബേഗം സാഹിബിയുമായിട്ടായിരുന്നു. 2 ആൺമക്കളും 2 പെൺമക്കളുമുണ്ട്. അവർ മരണപ്പെട്ടതിന് ശേഷം 2ാമത് വിവാഹം കഴിച്ചു. അദ്ദേഹത്തിൻ്റെ ആൺമക്കൾക്കും ജാമാതാക്കൾക്കും മറ്റും ജമാഅത്തി സേവനത്തിനുള്ള സൗഭാഗ്യം കിട്ടിക്കൊണ്ടിരിക്കുന്നു. അള്ളാഹു അദ്ദേഹത്തിൻ്റെ തലമുറയിലും അദ്ദേഹത്തിൻ്റെ ദീനീ സേവനത്തിനുള്ള ത്വര നിലനിർത്തുമാറാകട്ടെ. 2ാമത്തെ അനുസ്മരണം കാനഡ കഥാ ബോർഡ് സദർ അബ്ദുൽ റഷീദ് സാഹിബിനെ കുറിച്ചാണ്. കഴിഞ്ഞ ദിവസം അദ്ദേഹം റിട്ടയർമെൻ്റ് ആയിരുന്നു. 75-ാമത്തെ വയസ്സിൽ വഫാത്തായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. മർഹൂം മൂസിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പിതാവ് 1945 മൗലാന സനാഉല്ല അമൃത്സരി, മൗലാന അബുൽ ആല മൗദൂദി, മൗലാന മുഹമ്മദ് അലി MA എന്നിവരുമായി നീണ്ട സംസാരങ്ങളും പഠനങ്ങളും ചർച്ചകളും നടത്തി പൂർണ്ണമായും ന്യായപൂർത്തി വന്നതിന് ശേഷം ഹദ്റത്ത് ഖലീഫത്തുൽ മസിഹ് സാനി റളിയല്ലാഹു അൻഹുയുടെ പരിശുദ്ധ കരങ്ങളിൽ ബയ്യത്ത് ചെയ്തു. അദ്ദേഹം തൻ്റെ ഗ്രാമത്തിലെ ഏക അഹമ്മദിയായിരുന്നു. ഗ്രാമക്കാർ മതപരമായ ഭിന്നതയുണ്ടായിട്ട് പോലും അദ്ദേഹത്തെ വളരെയേറെ ആദരിച്ചിരുന്നു. റബുവ താലീമുൽ ഇസ്ലാം കോളേജിൽ നിന്ന് BA കരസ്ഥമാക്കിയ ശേഷം ജാമ്യയിൽ പ്രവേശിച്ചു. ജീവിതം വഖഫ് ചെയ്തു. 1975 കർമ്മമണ്ഡലത്തിലേക്ക് ഇറങ്ങി. ആദ്യം പാകിസ്ഥാനിൽ തന്നെ പ്രാദേശികമായി നിയമനങ്ങൾ നടന്നു. പിന്നെ അമേരിക്ക, കാനഡ, ഗോട്ടിമാല തുടങ്ങിയ സ്ഥലങ്ങളിലും സേവനം ചെയ്തിട്ടുണ്ട്. ദക്ഷിണാഫ്രിക്കയിൽ നാഷണൽ പ്രസിഡന്റും ഇൻചാർജ് മിഷണറിയായും സേവനം ചെയ്തു. ഗോട്ടിമലയിലും ദക്ഷിണ കൊറിയയിലും ഇൻചാർജ് മുബല്ലിഗും നാഷണൽ സദറും ആയിരുന്നു. ജാമിയ അഹമ്മദിയയിൽ വൈസ് പ്രിൻസിപ്പളായും സേവനം ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം അദ്ദേഹം അവിടെ തഫ്സീറുൽ ഖുറാനും ഖുറാൻ ക്ലാസുകളും പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. 2017 അദ്ദേഹത്തെ കാനഡ സദർ കഥാ ബോർഡായി നിയമിച്ചു. 2023 വരെയും ഈ സേവനം ചെയ്തുകൊണ്ടിരുന്നു. ഗോട്ടിമലയിൽ പോയപ്പോൾ അവിടെയുണ്ടായിരുന്ന ബുദ്ധമത ആത്മീയ നേതാവ് ദലൈലാമയുമായി സംസാരിക്കുകയും അദ്ദേഹത്തിന് ഇസ്ലാമിൻ്റെ സന്ദേശം എത്തിക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ സന്തപ്ത കുടുംബത്തിൽ 3 ആൺമക്കളും 1 മകളും ഉണ്ട്. അദ്ദേഹത്തിൻ്റെ മകൻ കാസിം റഷീദ് സാഹിബ് പറയുന്നു, ജമാഅത്തിനെ വളരെയേറെ ആദരിച്ചിരുന്നു. അതിനെതിരിൽ എന്തെങ്കിലും സംസാരിക്കാൻ അദ്ദേഹം ഇഷ്ടപ്പെട്ടിരുന്നില്ല. അതിനെതിരിൽ ഒരു കാര്യവും അദ്ദേഹത്തിന് സഹിക്കാൻ കഴിയുമായിരുന്നില്ല. ജമാഅത്ത് സംവിധാനത്തിനുമേൽ ഉയരുന്ന
ഏത് ആക്ഷേപത്തിനും അദ്ദേഹം മറുപടി കൊടുക്കുമായിരുന്നു. ആക്ഷേപകന്റെ വർത്തമാനങ്ങൾ മുഴുവനും കേട്ട് അയാളെ തെറ്റ് ബോധ്യപ്പെടുത്തി കൊടുക്കുമായിരുന്നു. പറയുന്നു, ഞാൻ എൻ്റെ ജീവിതത്തിൽ എപ്പോഴും പിതാവിനെ ജമാഅത്തായി നമസ്കരിക്കുന്നത്, പ്രത്യേകിച്ചും തഹജ്ജുദ് നമസ്കാരം കൃത്യമായി അനുഷ്ഠിക്കുന്നതും കണ്ടിട്ടുണ്ട്. രോഗം എത്ര മൂർച്ഛിതാവസ്ഥയിലാണെങ്കിലും നമസ്കാരങ്ങൾ ജമാഅത്തായി അനുഷ്ഠിക്കാൻ ശ്രമിച്ചിരുന്നു. അവസാന രോഗാവസ്ഥയിലും ഇതുതന്നെയായിരുന്നു സ്ഥിതി. അദ്ദേഹം അവസാന വർഷങ്ങളിൽ വളരെയേറെ രോഗിയായിരുന്നു. പക്ഷേ വളരെ ക്ഷമയോടും നന്ദിയോടും കൂടി ഈ രോഗാവസ്ഥയും തരണം ചെയ്തു. അൽഹംദുലില്ലാ എന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു. അതിനാണ് അദ്ദേഹം ശ്രമിച്ചിരുന്നതും. തൻ്റെ മക്കളോട് എപ്പോഴും ഖിലാഫത്തുമായി ബന്ധപ്പെട്ടിരിക്കാൻ ഉപദേശിച്ചിരുന്നു. ഞാൻ സോഷ്യൽ മീഡിയയിൽ എപ്പോഴും ഖിലാഫത്തിനെ സംബന്ധിച്ച് വളരെ അഭിമാനത്തോടെയും നിർഭയനായും എഴുതണമെന്ന കാര്യത്തിൽ അദ്ദേഹം പ്രോത്സാഹനം നൽകിക്കൊണ്ടിരുന്നു. കാരണം ഇത് മാത്രമാണ് മുസ്ലിം ലോകത്തിൻ്റെയും മനുഷ്യത്വത്തിൻ്റെയും ഐക്യത്തിനുള്ള യഥാർത്ഥ മാർഗമെന്ന് അദ്ദേഹം പറയുമായിരുന്നു. അദ്ദേഹം വഖഫ് യഥാവിധി നിറവേറ്റി കാണിച്ചു. 1980-90കളിൽ MTA സ്ഥായിയായി തുടങ്ങുന്നതിന് മുമ്പേ അക്കാലത്ത് ഹദരത്ത് ഖലീഫത്തുൽ മസീഹ് റാബി റഹ്മത്തുള്ളാഹിയുടെയും ഹദരത്ത് ഖലീഫത്തുൽ മസീഹ് സാലിസ് റഹ്മത്തുള്ളാഹിയുടെയും ഖുതുബകൾ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുമായിരുന്നു. 24 മുതൽ 48 മണിക്കൂറിനുള്ളിൽ തന്നെ ഖുതുബകൾ കോപ്പിയെടുത്ത് അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് തയ്യാറാക്കി ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് ശ്രമിച്ചിരുന്നു. അങ്ങനെ ജനങ്ങൾക്ക് ഒരു ബന്ധം നിലനിൽക്കണമെന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. അദ്ദേഹത്തിൻ്റെ സഹോദരീപുത്രൻ മൻസൂർ നൂറുദ്ദീനും റബുവയിൽ മുറബിയാണ്. പറയുന്നു, ഏകദേശം 53 വർഷം വഖഫിൻ്റെ ഉത്തരവാദിത്തങ്ങൾ വളരെ ആത്മാർത്ഥതയോടും കൂറോടും കൂടി അദ്ദേഹം നിറവേറ്റി. പറയുന്നു, അദ്ദേഹം നിർലോഭം ജമാഅത്ത് സംവിധാനത്തോട് ബന്ധവും അതിൻ്റെ പ്രൗഢിക്കനുസരിച്ചുള്ള പ്രാതിനിധ്യവും യഥാവധി നിർവഹിച്ചു. കാലത്തിൻ്റെ ഖലീഫയുടെ അനുസരണമുള്ള സ്നേഹമുള്ള വ്യക്തിയായിട്ടാണ് അദ്ദേഹത്തെ കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ജാമിയയിൽ നിയമിതനായപ്പോൾ അവിടെ ക്ലാസ് എടുക്കാൻ നല്ലപോലെ തയ്യാറെടുക്കുമായിരുന്നു. കാരണം ജാമിയയിലെ കുട്ടികൾ നല്ല വിദ്യാർത്ഥികളും നല്ല മുറബിമാരും നല്ല മുബല്ലിഗുമാരുമാകണമെന്ന് ആഗ്രഹിച്ചിരുന്നു. കാലത്തിൻ്റെ ഖലീഫ എന്നിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് ജാമിയയിലെ കുട്ടികളെ പഠിപ്പിക്കാൻ നിയോഗിച്ചിരിക്കുന്നു. അതുകൊണ്ട് പ്രസ്തുത വിശ്വാസത്തെ പൂർത്തീകരിക്കേണ്ടത് തൻ്റെ ഉത്തരവാദിത്തമാണ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. മുറബി മിർസ മുഹമ്മദ് അഫ്സൽ സാഹിബ് പറയുന്നു, നല്ല സ്വഭാവവും ഉള്ള ആളായിരുന്നു. വളരെയേറെ അധ്വാനിയും പക്വമതിയുമായ വാക്കിഫ് ജിന്ദഗിയായിരുന്നു. ജമാഅത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും മുന്തിക്കുമായിരുന്നു. സഹായിക്കുന്ന കാര്യത്തിൽ ഒട്ടും അമാന്തം കാണിച്ചിരുന്നില്ല. അബ്ദുന്നൂർ ആബിദ് സാഹിബ് പറയുന്നു, ഞങ്ങൾക്ക് തഫ്സീറുൽ ഖുർആനാണ് പഠിപ്പിച്ചിരുന്നത്. വളരെയേറെ സ്നേഹത്തോടെയും അധ്വാനത്തോടെയുമാണ് പഠിപ്പിച്ചത്. ഒരുപാട് നോട്ടുകൾ എഴുതിക്കുമായിരുന്നു. വളരെ ശ്രദ്ധാപൂർവം അത് പരിശോധിക്കുകയും ചെയ്തിരുന്നു. അദ്ദേഹം പഠിപ്പിച്ചിരുന്ന നോട്ട്സുകൾ ഇന്നും പ്രയോജനപ്പെടുന്നു. അള്ളാഹു അദ്ദേഹത്തോട് പൊറുമയോടെയും കരുണയോടെയും വർത്തിക്കുമാറാകട്ടെ. അടുത്ത അനുസ്മരണം സിന്ധിലെ ഹൈദരാബാദ് ജില്ലാ അമീർ മിർസ ഇംതിയാസ് അഹമ്മദ് സാഹിബ് ഇബ്നു മിർസ നസീർ അഹമ്മദ് സാഹിബിൻ്റെതാണ്. കഴിഞ്ഞ ദിവസം ഇദ്ദേഹം വഫാത്തായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ അദ്ദേഹത്തിൻ്റെ പിതാമഹൻ ആലംദീൻ സാഹിബ് മുഖേനയാണ് ജമാഅത്ത് എത്തിയത്. അദ്ദേഹം ഒന്നാം ഖിലാഫത്ത് കാലത്ത് ആദ്യം രേഖാമൂലവും പിന്നെ ഖാദിയാൻ ജലസയിലെത്തി നേരിട്ട് ഉസൂറിൻ്റെ കൈകളിൽ ബയ്യത്ത് ചെയ്യാനും തൗഫീഖ് ലഭിച്ചു. മിർസ ഇംതിയാസ് സാഹിബ് BA പഠനത്തിന് ശേഷം പ്രൈവറ്റ് കച്ചവടങ്ങൾ തുടങ്ങി. മെഡിക്കൽ സ്റ്റോർ തുറന്നു. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ യുവത്വ കാലഘട്ടം മുതൽ ജീവിതത്തിൻ്റെ അവസാന സമയം വരെയും ദീനീ സേവനത്തിനും സൗഭാഗ്യം ലഭിച്ചുകൊണ്ടിരുന്നു. കൃത്യമായി തഹജ്ജുദ് നമസ്കരിക്കുന്നയാളും സാധുക്കളെയും ആവശ്യക്കാരെയും ആരുമറിയാതെ സഹായിക്കുകയും ചെയ്യുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകൻ എഴുതുന്നു, ഞങ്ങളുടെ പിതാവിൻ്റെ ജനാസയിൽ പ്രസഞ്ചർ ചാങ്ക് എന്ന സ്ഥലത്ത് നിന്ന് വന്ന ഒരു ഷിയാ സുഹൃത്ത് പറയുന്നു, എനിക്ക് നമസ്കാര രീതിയോ നോമ്പിനെക്കുറിച്ചോ അറിവുണ്ടായിരുന്നില്ല. ഇസ്ലാമിൻ്റെ അധ്യാപനമോ അദബുകളോ അറിയുമായിരുന്നില്ല. ഇദ്ദേഹം എനിക്ക് നമസ്കാരം പഠിപ്പിച്ചു തന്നു. നോമ്പെടുക്കാനും അദ്ദേഹമാണ് പഠിപ്പിച്ചത്. പക്ഷേ ഇന്ന് നമ്മൾ അവിടെ അമുസ്ലിം എന്നാണ് അറിയപ്പെടുന്നത്. പറയുന്നു, അതിനുശേഷം ഞാൻ ഒരിക്കലും നമസ്കാരം ഉപേക്ഷിച്ചിട്ടില്ല. കൃത്യമായി ഇബാദത്തുകൾ അനുഷ്ഠിക്കുന്നു. മുറബി മിർസ മഷൂദ് സാഹിബ് പറയുന്നു, സൽപ്രകൃതവും വിശ്വസ്തതയും ഉന്നത സ്വഭാവവും കാരണം വളരെ നല്ല ബന്ധമായിരുന്നു ജനങ്ങളുമായിട്ടുണ്ടായിരുന്നത്. അനഹമ്മദികൾ തങ്ങളുടെ സാധനങ്ങൾ സൂക്ഷിക്കാൻ അദ്ദേഹത്തെ ഏൽപ്പിച്ചിരുന്നു. ഹൈദരാബാദ് ജില്ലാ മുൻ ഖായിദ്
ഷഹബാസ് സാഹിബ് പറയുന്നു, വിശ്വസ്തനും വിനീതനും മറ്റുള്ളവരുടെ വേദന മനസ്സിലാക്കുന്നയാളും ഖിലാഫത്തിനെ വളരെയേറെ സ്നേഹിക്കുന്ന ആളുമായിരുന്നു. ജമാഅത്തി സംവിധാനത്തിൽ വളരെ അഭിമാനമുള്ള ആളായിരുന്നു. രോഗികളുടെ പക്കൽ പൈസയില്ലെങ്കിൽ സൗജന്യമായി മരുന്നുകളും കൊടുക്കുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ മരണത്തിൽ അനുശോചനത്തിന് വേണ്ടി വന്ന ഒരുപാട് ആളുകൾ അദ്ദേഹം പോയതോടുകൂടി നമ്മുടെ നാട്ടിലൊരു വലിയ വിടവുണ്ടായി എന്ന് പറയുകയുണ്ടായി. അള്ളാഹു അദ്ദേഹത്തോട് പൊറുമയോടെയും കരുണയോടെയും വർത്തിക്കുമാറാകട്ടെ. അടുത്ത അനുസ്മരണം അൽഹാജ് മുഹമ്മദ് അൽ അറബി സാഹിബിൻ്റെതാണ്. അൾജീരിയ നിവാസിയായിരുന്നു. കഴിഞ്ഞ ദിവസം 82-ാമത്തെ വയസ്സിൽ വഫാത്തായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അൾജിയക്കാരനായിരുന്നുവെങ്കിലും ഫ്രാൻസിലാണ് താമസിച്ചിരുന്നത്. 2015 UK ജലസയിൽ തൻ്റെ ഭാര്യയോടൊപ്പം അതിഥിയായി ഇവിടെ വന്നതാണ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ബയ്യത്ത് ചെയ്താണ് തിരിച്ചുപോയത്. നേരത്തെയും ഇവിടെ വന്നിട്ടുള്ളതുപോലെ തന്നെ അദ്ദേഹം ഈ സ്ഥലത്തോട് ഒരു പ്രത്യേക സ്നേഹം പ്രകടിപ്പിച്ചിരുന്നു. അദ്ദേഹം പറയുന്നു, ഞാൻ വർഷങ്ങളായി ഈ സ്ഥലം പല പ്രാവശ്യം സ്വപ്നത്തിൽ കാണുകയുണ്ടായി. ബയ്യത്തിന് ഒരു ദിവസം മുമ്പും ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടു. അതനുസരിച്ച് അദ്ദേഹം ഭാര്യയോടൊപ്പം ഹദ്റത്ത് മസീഹ് അലി ഇസ്ലാമിൻ്റെ ജമാഅത്തിൽ ചേരാൻ തീരുമാനമെടുത്തു. ഈ ജലസയിൽ ഫ്രാൻസിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽപ്പെട്ട അഹമ്മദികളും അനഹമ്മദികളുമായ 35 പേർ വന്നിട്ടുണ്ടായിരുന്നു. അതിൽ 8 പേർ അദ്ദേഹത്തെ തുടർന്ന് ജലസയ്ക്കിടയിൽ ബയ്യത്ത് ചെയ്തു. അദ്ദേഹം തൻ്റെ മക്കളെ ദീനീ കാര്യങ്ങൾ പഠിപ്പിക്കാൻ വളരെയേറെ ശ്രമിച്ചിട്ടുണ്ട്. നമസ്കാരവും വിശുദ്ധ ഖുർആൻ അധ്യാപനങ്ങളും നൽകുന്നതിന് വേണ്ടി ദീനീ സ്കൂളുകളിൽ അഡ്മിഷൻ വാങ്ങി. അദ്ദേഹത്തിൻ്റെ മക്കൾക്ക് അദ്ദേഹത്തെക്കാൾ മുമ്പ് ബയ്യത്ത് ചെയ്യാൻ തൗഫീഖ് ലഭിച്ചിരുന്നു. മക്കൾ പറയുന്നു, പിതാവ് ഞങ്ങൾക്ക് ദീനീ വിദ്യാഭ്യാസം നൽകിയിരുന്നു. അത് ഞങ്ങൾക്ക് ദീനിനോട് വളരെയേറെ അടുപ്പവും അനുസരണവും ഉണ്ടാകുന്നതിന് കാരണമായി. അങ്ങനെ അത് മുഖേന അഹമ്മദിയത്ത് സ്വീകരിക്കാൻ എളുപ്പമുണ്ടായി. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ അദ്ദേഹത്തിൻ്റെ മൂത്ത മകൻ മുഹമ്മദ് അൽ അറബി മുഖേനയാണ് ജമാഅത്ത് എത്തിയത്. ഒരു ദിവസം സാറ്റലൈറ്റ് ചാനൽ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ പെട്ടെന്ന് MTA മുന്നിൽ വന്നു. അതിൽ ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് റാബി റഹ്മത്തുള്ളാഹി തആലയെ കാണാൻ ഇടയായി. അദ്ദേഹം പിന്നീട് അഹമ്മദിയത്തിനെയും പ്രത്യേകിച്ച് ഈസാ നബിയുടെ വഫാത്തിനെ സംബന്ധിച്ചും വളരെ ആഴത്തിൽ പഠിച്ചു. ഒടുവിൽ 1995 UK ജലസയിൽ അദ്ദേഹം ബയ്യത്ത് ചെയ്തു. പിന്നീട് ഏകദേശം 20 വർഷങ്ങൾക്ക് ശേഷമാണ് പിതാവ് ബയ്യത്ത് ചെയ്തത്. എന്നാൽ മകൻ നേരത്തെ തന്നെ ബയ്യത്ത് ചെയ്തിരുന്നു. ഫ്രാൻസിൽ നിന്ന് അൾജീരിയയിൽ വന്നുകൊണ്ടിരുന്നു. 2017 പോലീസ് അൾജീരിയയിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ റെയ്ഡ് നടത്തി. അദ്ദേഹത്തിൻ്റെ മക്കളെ അഹമ്മദിയാണെന്ന കാരണം പറഞ്ഞ് അറസ്റ്റ് ചെയ്തു. അതിൽ അദ്ദേഹം വളരെ ധൈര്യമാണ് പ്രകടിപ്പിച്ചത്. പോലീസ് സ്റ്റേഷനിൽ പോയപ്പോൾ അദ്ദേഹത്തോട് നിങ്ങൾ അഹമ്മദിയാണോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം യാതൊരു ഭാവഭേദവും കൂടാതെ അൽഹംദുലില്ലാ അഹമ്മദിയാണെന്ന് പറഞ്ഞു. അദ്ദേഹം പറയുന്നു, പിതാവ് നിയമത്തെ ആദരിച്ചിരുന്നു. നിയമം അനുവദിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വീട് ആദ്യത്തെ അഹമ്മദിയ കേന്ദ്രമായിരിക്കുമെന്നും പറഞ്ഞിരുന്നു. അദ്ദേഹം അത് വളരെ ധൈര്യത്തോടെ തുറന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി. ഖിലാഫത്തിനോടും കാലത്തിൻ്റെ ഖലീഫയോടും വളരെയേറെ സ്നേഹമുണ്ടായിരുന്നു. വർഷങ്ങളോളം ഫ്രാൻസിൽ അദ്ദേഹത്തിൻ്റെ പിതാവ് അദ്ദേഹത്തിൻ്റെ ഭവനം ജമാഅത്തി പരിപാടികളുടെയും ജുമാ നമസ്കാരത്തിൻ്റെയും സെൻ്ററാക്കിയിട്ടുണ്ടായിരുന്നു. അൽഹാജ് മുഹമ്മദ് അൽ അറബി സാഹിബിൻ്റെ സംതപ്ത കുടുംബത്തിൽ 81 വയസ്സുള്ള ഭാര്യയും 8 മക്കളുമുണ്ട്. അതിൽ 7 മക്കളും അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ അഹമ്മദികളാണ്. ഒരു മകൻ തബ്ലീഗ് സെക്രട്ടറിയും ഫ്രാൻസിലെ അറബി ഡെസ്ക് ഇൻചാർജുമാണ്. പെൺമക്കളും ദീനീ സേവനത്തിൽ വ്യാപൃതരാണ്. അൾജീരിയയിലെ ഒരു അഹമ്മദി എഴുതുന്നു, മുഹമ്മദ് സാഹിബ് വളരെ ശുദ്ധഹൃദയനും ധർമ്മിഷ്ഠനുമായിരുന്നു. കാലത്തിൻ്റെ ഇമാമിനെ മനസ്സിലാക്കാനും വിശ്വസിക്കാനും തൗഫീക്ക് ലഭിച്ചതിൽ എപ്പോഴും അള്ളാഹുവിനോട് നന്ദി പ്രകടിപ്പിച്ചിരുന്നു. അദ്ദേഹം പറയുന്നു, കാലത്തിൻ്റെ ഇമാമിനെ ബയ്യത്ത് ചെയ്ത ശേഷം എൻ്റെ ഈമാൻ സുദൃഢമാവുകയും വിശ്വാസം കൂടുതൽ ഉറക്കുകയും ചെയ്തിരിക്കുന്നു. അൾജീരിയ അൻസാറുള്ള സദർ പറയുന്നു, അദ്ദേഹം ജമാഅത്തിൻ്റെ എല്ലാ പ്രോഗ്രാമിനും മീറ്റിങ്ങിനും വേണ്ടി തൻ്റെ വീട് സമർപ്പിച്ചിരുന്നു. മാത്രമല്ല വീടിൻ്റെ ഒരു ഭാഗം നമസ്കാര സെൻ്ററാക്കി സമർപ്പിക്കുകയും ചെയ്തിരുന്നു. മറ്റൊരു അഹമ്മദി പറയുന്നു, അള്ളാഹുമായി അദ്ദേഹത്തിന് പ്രത്യേകമായ ബന്ധവുമുണ്ടായിരുന്നു. തഖ്വയുടെ കാര്യത്തിൽ അദ്ദേഹം മാതൃകയായിരുന്നു. അദ്ദേഹം എല്ലാ അവസ്ഥയിലും നമസ്കാരം അനുഷ്ഠിക്കാൻ തിടുക്കം കാണിച്ചിരുന്നു. എത്രത്തോളം എന്നാൽ കഠിനമായ രോഗാവസ്ഥയിലും നമസ്കാരം കൃത്യമായി അനുഷ്ഠിച്ചിരുന്നു. വളരെ ആർദ്രതയോടെ ഉറച്ച വിശ്വാസത്തോടെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു. അള്ളാഹു മർഹൂമിനോട് പൊറുമയോടെയും കരുണയോടെയും വർത്തിക്കുമാറാകട്ടെ, പദവികൾ ഉയർത്തുമാറാകട്ടെ. അടുത്ത അനുസ്മരണം ഹൈദരാബാദ് ജില്ലയിലെ കോട്രി മുഹമ്മദ്
അഷ്റഫ് സാഹിബിൻ്റെതാണ്. ഇദ്ദേഹം കഴിഞ്ഞ ദിവസം 70-ാമത്തെ വയസ്സിൽ വഫാത്തായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. കോങ്കോയിലെ മുറബിയായ നവീദ് അഷ്റഫ് സാഹിബിൻ്റെ പിതാവാണ്. ഫീൽഡിലായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ ജനാസയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ ഹസ്രത്ത് മസീഹ് അലി ഇസ്ലാമിന് സഹാബിയായ ഹസ്രത്ത് നൂർ ഇലാഹി സാഹിബ് മുഖേനയാണ് അഹമ്മദിയത്ത് എത്തിയത്. ഇദ്ദേഹം പരേതിൻ്റെ പിതാമഹനാണ്. കോങ്കോ മുറബി നവീദ് അഷ്റഫ് സാഹിബ് എഴുതുന്നു, പിതാവിന് ദീനിനോടുള്ള സ്നേഹം തൻ്റെ പിതാമഹന്മാർ മുഖേന രക്തത്തിൽ അലിഞ്ഞു ചേർന്നതായിരുന്നു. വളരെയേറെ സൽപ്രകൃതമുള്ള, വളരെയേറെ ദുആ ചെയ്യുന്ന, ഖിലാഫത്തിനോട് അടുത്ത ബന്ധം പുലർത്തുന്ന വ്യക്തിത്വമായിരുന്നു. വിവിധ നിലകളിൽ ജമാഅത്ത് സേവനത്തിന് അവസരം ലഭിച്ചിട്ടുണ്ട്. വളരെയേറെ അധ്വാനിയും അതിഥി സൽക്കാര പ്രിയനുമായിരുന്നു. 1992 ഏതാനും ദിവസം അസീർ റാഹിമൗല ദൈവമാർഗത്തിലെ തടവുകാരനാകാനും സൗഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആനും ഹദ്രത്ത് മസീഹ് അലി ഇസ്ലാമിൻ്റെയും ഖലീഫമാരുടെയും പദ്യങ്ങളും വളരെ സ്നേഹത്തോടെ പാരായണം ചെയ്തിരുന്നു. കേൾക്കുന്ന ആരുടെയും ഹൃദയത്തിൽ പ്രസ്തുത വചനങ്ങൾ ഇറങ്ങുമായിരുന്നു. നല്ല ശബ്ദമായിരുന്നു. അദ്ദേഹത്തിൻ്റെ മരണത്തിൽ ജമാഅത്തിൻ്റെ ഒരു കഠിന ശത്രുവും അനുശോചനം അറിയിക്കാൻ വന്നിരുന്നു. അയാൾ പറഞ്ഞു, ഇദ്ദേഹം വളരെയേറെ സൽപ്രകൃതവാനും നല്ല മനുഷ്യനുമായിരുന്നു. ഇത്തരത്തിലുള്ള ആളുകളെ എവിടെയും കാണാൻ സാധ്യമല്ല. 1992 ശക്തമായ എതിർപ്പിനിടയിൽ അഹമ്മദിയ ശത്രുക്കൾക്ക് മുന്നിൽ വളരെയേറെ ധൈര്യത്തിൻ്റെയും വിശ്വാസവീര്യത്തിൻ്റെയും ദൃശ്യമാണ് പ്രകടിപ്പിച്ചത്. വഫാത്തിന് ഒരു ദിവസം മുമ്പും ആമില മീറ്റിങ്ങിൽ പങ്കെടുക്കുകയും തൻ്റെ ചന്ത കൊടുത്തു തീർക്കുകയും ചെയ്തു. വഫാത്ത് ദിവസവും തഹജ്ജുദ് നമസ്കാരം അനുഷ്ഠിക്കുകയും വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുകയും ഫജ്ർ നമസ്കരിക്കുകയും ചെയ്തിരുന്നു. പിന്നെ ഏകദേശം 8:45 അദ്ദേഹം ദൈവസമക്ഷത്തിൽ ഹാജരായി. ഹൈദരാബാദ് മുൻ ഖായിദ് ഷഹബാസ് അഹമ്മദ് സാഹിബ് പറയുന്നു, വളരെയേറെ സേവനം ചെയ്യുന്ന, ജമാഅത്തിന് വേണ്ടി ആത്മാഭിമാനമുള്ള, വളരെ ധൈര്യശാലിയായ മനുഷ്യനായിരുന്നു. തബ്ലീഗിൽ ഒരുതരം ഉന്മാദമായിരുന്നു. അദ്ദേഹത്തിൽ കണ്ട ഏറ്റവും വലിയ കാര്യം അദ്ദേഹം തന്നെ ദൈനംദിന ജീവിതത്തിലെ കാര്യങ്ങൾ ചെയ്യുന്നത് പോലെ തന്നെയാണ് ദീനീ സേവനങ്ങളും ചെയ്തിരുന്നത്. അങ്ങനെ തന്നെയായിരുന്നു ദീനീ സേവനം ചെയ്തുകൊണ്ടിരുന്നത്. പറയുന്നു, അദ്ദേഹം ഒരു കമ്പനി ജോലിക്കാരനായിരുന്നു. ഒരു സന്ദർഭത്തിൽ ജമാഅത്തിൻ്റെ എതിർപ്പ് വളരെയധികം വർദ്ധിച്ചു. മുല്ലാക്കൾ സംവിധാനത്തോട് പറയുകയും അദ്ദേഹത്തെ അവിടെ നിന്ന് മാറ്റുന്നതിന് ഒരുപാട് സമ്മർദ്ദവും ചെലുത്തി. അവിടെ ഉണ്ടായിരുന്ന ജനറൽ മാനേജർ മുല്ലാക്കളോട് പറഞ്ഞു, നിങ്ങൾ അദ്ദേഹം അഹമ്മദിയാണോ മിർദായിയാണോ കാദിയാനിയാണോ എന്നതെല്ലാം ഒഴിവാക്കുക. അദ്ദേഹത്തിൽ എന്ത് കുറവാണ് നിങ്ങൾ കണ്ടത് എന്നെനിക്ക് പറഞ്ഞു തരിക. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ അദ്ദേഹത്തെ ജോലിയിൽ നിന്ന് മാറ്റി നിർത്തേണ്ടത്? അതിന് മുല്ലാക്കൾക്ക് മറുപടിയൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അദ്ദേഹം അവിടെ തന്നെ ജോലി തുടരുകയും ചെയ്തു. സംതപ്ത കുടുംബത്തിൽ ഭാര്യയും 3 പെൺമക്കളും 4 ആൺമക്കളുമുണ്ട്. തുടർന്നും അദ്ദേഹത്തിന് കുടുംബ പരമ്പരയുണ്ട്. അള്ളാഹു പൊറുമയോടെയും കരുണയോടെയും വർത്തിക്കുമാറാകട്ടെ, പദവികൾ ഉയർത്തുമാറാകട്ടെ. അൽഹംദുലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.